നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നിട്ട് നിന്റെ വീട്ടുകാരാണ് വാങ്ങിയെന്ന് ഞാൻ വരുത്തി തീർക്കും. അപ്പോ ഗൗതം ഇത്ര നേരം സംസാരിച്ചത് സ്വർണത്തിന്റെ കാര്യമായിരുന്നോ? അതെ. നീ പിന്നെ വേറെന്താ കരുതിയത്? ഞാൻ വേറെ വല്ലതും പറയുന്നു കരുതിയോ? ഏയ് ഇല്ലില്ല, ഞാനും അത് തന്നെയാ കരുതിയത്. എന്നിട്ട് എന്താ നീ അഭിപ്രായം പറയാത്തത്? ഞാൻ ആലോചിക്കായിരുന്നു. എന്ത്? അല്ല, എനിക്കുള്ള മാല എന്റെ വീട്ടുകാർ തന്നെ കൊണ്ടുവരണോന്ന് ആന്റി പറഞ്ഞില്ലേ? അത് അവര് തന്നെ കൊണ്ടുവരുന്നതല്ലേ നല്ലത്? നിന്റെ അമ്മയും അമ്മാവനും സ്വർണത്തിന് വേണ്ടി വീണ്ടും കടം വാങ്ങേണ്ടി വരില്ലേ? കടം വാങ്ങിയാലും അത് വീട്ടാൻ എനിക്കിപ്പോ ഒരു ജോലി ഉണ്ടല്ലോ, അതും ലക്ഷങ്ങൾ സാലറി ഉള്ള ജോലി. ഞാൻ എന്ത് തീരുമാനിച്ചാലും അനുസരിക്കുന്നു പറഞ്ഞല്ലേ നീ, പിന്നെ എന്തിനാ ഇപ്പൊ എതിർക്കുന്നത്? എന്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞാലും അനുസരിക്കും. പക്ഷെ ഇതിന്റെ വീട്ടുകാരുടെ അഭിമാനത്തിന്റെ വിഷയമല്ലേ? വസന്തരാന്റിയുടെ മുൻപില് അവര് ചെറുതാവരുതല്ലോ. ശരി, എങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഓണം കഴിഞ്ഞിട്ട് ഞാൻ അമ്മാവനോടും അമ്മയോടും സംസാരിച്ചോളാം. ശരി. ജ്യോത്സ്യരങ്ങൾ പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും ഞാനും ഗൗതവും ഒന്നായാലേ ജാതകദോഷം പൂർണ്ണമായും മാറൂന്നാണ്. പക്ഷേ ഞാനതെങ്ങനെ ഗൗതമിനോട് പറയും? അമ്മ തന്നെ ഗൗതമിനോട് പറയട്ടെ, അതാ നല്ലത്. ഇനി ഞാൻ പറഞ്ഞെന്ന് കരുതി അമ്മ പറയാതിരിക്കൂ? എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് അമ്മയ്ക്ക് പറയാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാം, അതാ നല്ലത്. ഒരുക്കങ്ങളൊക്കെ ഓണം കഴിഞ്ഞു തുടങ്ങാന്നാ കരുതുന്നത്. പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, ഒക്കെ വസു നോക്കിക്കോളും. അതുകൊണ്ട് അക്കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. ഫസ്റ്റ് നൈറ്റിന്റെ കാര്യം ഗൗതമിനോട് അമ്മ തന്നെ പറയട്ടെ. ശരി തിരുമേനി, ഞാൻ വിളിക്കാം. അമ്മേ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങളോ? നമ്മള് പുറത്തു പോയി വന്നിട്ട് ഞാൻ ഡ്രസ്സ് മാറി. അതിനിടയിൽ എന്ത് വിശേഷം നടക്കാനാ? പാറു എന്തോ പറയുന്നു പറഞ്ഞ് ഇവളെന്നെ വിളിച്ചോണ്ട് വന്നതാ. എന്നിട്ട് ഇവിടെ വന്നപ്പോ വിശേഷം ഇല്ലേ?